യേശു ക്രിസ്തു നിങ്ങളുടെ സകല വിഷയത്തിനും പരിഹാരകനത്രേ. യേശു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനേവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീർന്നു എന്നതിനെ ഓർത്ത് ഞാൻ വളരെയധികം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന് നന്ദി പറയുവാൻ സർവശക്തനായ ദൈവം ഭാഗ്യമൊരുക്കി. അതെ, ഇന്നയോളം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ സഹായ സഹകരണങ്ങൾക്ക് എല്ലാറ്റിനുമായി നന്ദി. പിന്നെയും യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത അസാധാരണമായ ദൈവപ്രവർത്തികൾക്ക് അത് കാരണമായിരിക്കും എന്ന് ഞാൻ ദൈവികമായി തിരിച്ചറിയുന്നു. സർവശക്തനായ ദൈവം നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് പിന്നെയും നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും. ഈ ദിവസവും കർത്താവ് നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് നമ്മുടെ സമീപേ ഉണ്ട്. അതെ, കർത്താവിൽ നിന്ന് വലിയ അനുഗ്രഹം പ്രാപിപ്പാൻ നിങ്ങൾ ഒരുക്കമുള്ളവർ ആയിരിക്കുവേൻ. ദൈവമായ കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഈ ദിവസത്തെ ചിന്തയ്ക്കായി കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അരുളപ്പാട്, കർത്താവായ യേശു ക്രിസ്തു പുനരുദ്ധാരകനാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. യേശു ക്രിസ്തു പുനരുദ്ധാരകനാണ്. അതെ, നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം മടക്കി തരുവാൻ അവൻ കഴിവുള്ളവനാണ്. വചനത്തിൽ നിന്ന് നമുക്കൊരു ഭാഗം ഇപ്പോൾ വായിച്ച് കേൾക്കാം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യമാണ് നാം ചിന്തയ്ക്കായി വായിച്ച് കേൾക്കുവാൻ പോകുന്നത്. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇവിടെ നാം വായിച്ച് മനസ്സിലാക്കിയപ്പോൾ കാണുവാൻ കഴിയുന്ന ഒരത്ഭുത സംഗതി ഇപ്രകാരമാണ്. യേശു ക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ പുനരുദ്ധാരകൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസം യേശു ക്രിസ്തു പുനരുദ്ധാരകനായി കടന്നു വന്നിട്ടുണ്ട്. ഏതെല്ലാം വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് നമുക്ക് പുനരുദ്ധാരകനായിരിക്കുന്നു. വേഗത്തിൽ ചില ദൈവിക ആശയങ്ങൾ നമ്മോട് കർത്താവ് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന അരുളപ്പാടുകൾ നമുക്ക് ഈ പ്രത്യേക സമയം ശ്രദ്ധിക്കാം. അതെ, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ യേശു ക്രിസ്തു, അതായത് അവിടെ വായിക്കുന്നത് ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ യേശു ക്രിസ്തു ഒരുമിപ്പിക്കുന്നു എന്നവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു ദൂരത്തായിരുന്ന മനുഷ്യരെയും സർവശക്തനായ ദൈവത്തെയും ഒരുമിപ്പിക്കുവാൻ അവൻ പുനരുദ്ധാരകനായിരുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ദൈവിക ബന്ധത്തിൽ നിന്ന് അന്യാധീനപ്പെടുത്തി കളയുന്ന എല്ലാ പ്രയാസങ്ങളെയും എടുത്തുമാറ്റി ദൈവവുമായിട്ട് മനുഷ്യനെ ഒരുമിപ്പിക്കുവാൻ കഴിവുള്ള, ശക്തിയുള്ള പുനരുദ്ധാരകനാണ് കർത്താവായ യേശു ക്രിസ്തു. ഓർക്കുക, ദൈവിക ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ദൈവിക സ്നേഹത്തിൽ നിന്ന് അന്യാധീനപ്പെട്ട അവസ്ഥയിൽ ഈ ദിവസം നിങ്ങളായിരിക്കുന്നു എങ്കിൽ യേശു ക്രിസ്തു പറയുന്നു, അതെ, ഞാൻ പുനരുദ്ധാരകനാണ്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഒരുമിപ്പിക്കുവാൻ ഇടയായിത്തീരും.
ഈ പ്രത്യേക സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതായി ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നേരെയാക്കുവാൻ യേശു ക്രിസ്തു പുനരുദ്ധാരകൻ അത്രേ. ശേഷമായി നാം വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ അശുദ്ധികളെ മാറ്റുവാൻ അവൻ പുനരുദ്ധാരകനാണ്. യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വന്ന്, അതെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും, എന്നെ വിശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ ഒരുവനെ വിശുദ്ധീകരിക്കുവാൻ, ആ വ്യക്തിയെ വിടുതലുള്ള വ്യക്തിയാക്കി മാറ്റുവാൻ യേശു ക്രിസ്തു അതെ പുനരുദ്ധാരകനായിരുന്നു. ഇന്നയോളം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന പലവിധമായ പോരായ്മകൾ നിമിത്തം, പല നിലവാരത്തിലുള്ള കുറവുകൾ, പോരായ്മകൾ നിമിത്തം കടന്നു വന്ന അശുദ്ധികളെ, കുഴപ്പങ്ങളെ, അതിനെ ക്ഷമിക്കുവാൻ, അതിനെ പരിഹരിക്കുവാൻ യേശു കർത്താവ് ശക്തനായി അരികെ ഉണ്ട്. ഓർക്കുക, യേശു ക്രിസ്തു അശുദ്ധികളെ മാറ്റി വിശുദ്ധീകരിക്കുവാൻ അവൻ പുനരുദ്ധാരകനാണ്. നിങ്ങളെ കർത്താവ് അശുദ്ധിക്ക് വേണ്ടിയല്ല കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത് വിശുദ്ധിക്ക് വേണ്ടിയാണ്. ആ വിശുദ്ധിയുള്ള വ്യക്തിയായിട്ട് വിശുദ്ധിക്ക് വേണ്ടിയുമാണ് കർത്താവ് സൃഷ്ടിച്ചതും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധി വരണം എന്നാഗ്രഹിക്കുന്നത് പൈശാചിക ശക്തികളാണ്. ഈ പൈശാചിക ശക്തികളെ തകർത്ത് നിങ്ങളെ വിശുദ്ധയായി, വിശുദ്ധനാക്കി നിർത്തുവാൻ ഒരുവനുണ്ട്. അത് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ സമീപേ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പോരായ്മകളെ ക്ഷമിച്ച്, കുറവ് കുറ്റങ്ങളെ ക്ഷമിച്ച്, അശുദ്ധികളെ കർത്താവ് എടുത്തു മാറ്റി നിങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ഇപ്പോൾ നിങ്ങളുടെ സമീപേ ഉണ്ട്. അതെ, ഒരു മഹാത്ഭുതം സംഭവിക്കുവാൻ തുടങ്ങുകയാണ്. ഓർക്കുക, ഒന്നാമതായി ദൈവത്തെയും മനുഷ്യനെയും ഒരുമിപ്പിക്കുന്ന പുനരുദ്ധാരകൻ. രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കിയപ്പോൾ, അതെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ആ അശുദ്ധികളെ കഴുകി നമ്മെ വിശുദ്ധയാക്കി മാറ്റുവാൻ, വിശുദ്ധനാക്കി മാറ്റുവാൻ അതെ കർത്താവ് സർവശക്തിയുള്ളവനാണ്. ഓർക്കുക, യേശു ക്രിസ്തു ഈ ദിവസം പറയുന്നു, ഞാൻ തന്നെ പുനരുദ്ധാരകൻ എന്ന് പറഞ്ഞാൽ ദൈവവും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നേരെയാക്കുവാൻ യേശു ക്രിസ്തു പുനരുദ്ധാരകനത്രേ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന അശുദ്ധികളെ, പോരായ്മകളെ, കുറവുകുറ്റങ്ങളെ പരിഹരിച്ച് നിങ്ങളെ വിശുദ്ധയാക്കി മാറ്റുവാൻ, വിശുദ്ധനാക്കി മാറ്റുവാൻ യേശു ക്രിസ്തു പുനരുദ്ധാരകൻ അത്രേ. നാം പിന്നെയും ചിന്തിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതെ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, യേശു ക്രിസ്തു ബലവും ആരോഗ്യവും വരുത്തുവാൻ അവൻ പുനരുദ്ധാരകൻ അത്രേ. വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ, അവിടെ വ്യക്തമായി നാം വായിച്ച് മനസ്സിലാക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ജനിച്ച സമയം മുതലേ മുടന്തനായിട്ട് കാണപ്പെടുന്നു. കൈകാലുകൾക്ക് ബലമില്ലാത്തവനായി വളരെ അസ്വസ്ഥനായിട്ട് അത്രേ കാണപ്പെടുന്നത്. എന്നാൽ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവന് ബലവും ആരോഗ്യവും വരുവാൻ കഴിഞ്ഞു എന്ന് അപ്പോസ്തല പ്രവൃത്തി 3:16 വായിക്കുകയാണ്. ഓർക്കുക, അതേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ബലഹീനമാക്കപ്പെട്ട അവസ്ഥയിൽ, നിങ്ങളെ ക്ഷയിപ്പിക്കുന്ന അനുഭവത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രതിസന്ധികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകുവാൻ തുടങ്ങുകയാണ്. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, അതെ, ജോയ് എന്ന് പറയുന്ന ആമി പ്രിയ സഹോദര, നിന്നെ സന്തോഷത്തെടുത്തു കളയുന്ന, നിന്നെ ബലഹീനമാക്കുന്ന അസ്വസ്ഥത ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ
അതെ മാറിപ്പോകുവാൻ തുടങ്ങുകയാണ്. എന്നോട് പിന്നെയും കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, കഴിഞ്ഞ 16 വർഷങ്ങളായി ശാരീരികമായി ബലഹീനമാക്കപ്പെട്ട അവസ്ഥയിൽ രോഗത്താൽ ബന്ധിക്കപ്പെട്ട് ആശുപത്രിയും വീടും കിടക്കയാക്കി എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ നിലവാരത്തിൽ ഒതുങ്ങിക്കൂടുന്ന ബന്ധു ചൊതുകിക്കളയുന്ന രോഗാത്മാവിൻ്റെ പിടിയിൽ നിന്ന് മാതാവേ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പുറത്തു വരുവാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആ വീൽ ചെയർ ഇനി നിങ്ങൾ ഉപയോഗിക്കാത്ത നിലവാരത്തിൽ കർത്താവ് ബലവും ആരോഗ്യവും വരുത്തി നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ യേശു ക്രിസ്തു അവൻ പുനരുദ്ധാരകനാണ്. ഇപ്പോൾ യേശു നിങ്ങളുടെ സമീപേ നിൽക്കുന്നു. അതെ, നിങ്ങളായിരിക്കുന്ന ഈ ആശുപത്രി കിടക്കയിൽ നിന്ന്, നിങ്ങളായിരിക്കുന്ന ഈ ഭവനത്തിൻ്റെ അകത്തുള്ള ഈ കിടക്കയിൽ നിന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പുറത്തു വരികയാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ശുശ്രൂഷ ഹോസ്പിറ്റലിൽ ഒരു വ്യക്തി കണ്ടുകൊണ്ടിരുന്നു. ആ വ്യക്തിയുടെ പ്രയാസം എന്ന് പറയുന്നത് പൈശാചിക ശക്തിയാലുള്ള പിടിയാൽ ആ വ്യക്തിയെ മെൻ്റൽ, അതായത് ഭ്രാന്താണ് എന്ന അനുഭവത്തിൽ ആ വ്യക്തി ചികിത്സയ്ക്കായി ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വ്യക്തി ഈ ശുശ്രൂഷ ഈ വിഷ്വലായി കണ്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ആ വ്യക്തി വിളിച്ചെന്നോട് ഇങ്ങനെ പറഞ്ഞു, അതെ, ആ ദൈവശബ്ദം കേൾക്കുന്ന സമയത്ത് തന്നെ ഞാൻ വിശ്വസിച്ചു യേശു എന്നെ വിടുവിക്കുമെന്ന്. നിങ്ങൾ ആ വിടുതലിൻ്റെ വാക്കുകൾ പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചു. എൻ്റെ മേൽ ഒരസാധാരണ ശക്തി കടന്നു വന്ന് യേശു എന്നെ വിടുവിച്ചു. ഞാൻ വിളിച്ചത് കർത്താവ് എന്നെ വിടുവിച്ചു എന്ന് പറയുവാൻ വേണ്ടിയാണ് എന്ന് പറയുവാനിടയായി. അനേകർ പ്രാർത്ഥനയ്ക്കായി വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു സഹോദരൻ വിളിച്ചത് യേശു കർത്താവ് എന്നെ വിടുവിച്ചു എന്ന് പറയുവാൻ, സന്തോഷ വാർത്ത പറയുവാൻ വേണ്ടിയാണ്. ഇപ്പോൾ എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങളും വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാനല്ല എന്നെ വിളിക്കാൻ പോകുന്നത്. നിങ്ങൾ പറയാൻ പോകുന്നത് ഇങ്ങനെയാണ്, യേശു എന്നെ സൗഖ്യമാക്കി, യേശു എന്നെ വിടുവിച്ചു. അതെ, തലയ്ക്ക് സ്ഥിരതയില്ലാതെ വണ്ണം, ബുദ്ധിക്ക് സ്ഥിരതയില്ലാതെ വണ്ണം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ശാപത്ത് നീ പുറത്തു വരിക, ആ പിശാചി രോഗത്ത് നീ പുറത്തു വരിക. ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. അതേ സഹോദര, നിന്റെ മനസ്സിനെ തളർത്തി ശാരീരികമായി ബലഹീനമാക്കി രോഗത്താൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ പുറത്തു വരികയാ. അങ്ങനെ സംഭവിക്കുകയാ, അങ്ങനെ സംഭവിക്കുകയാ. ഒരത്ഭുതം ഇപ്പോൾ സംഭവിക്കുന്നു, ഒരതിശയ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കുന്നു. അതെ, എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, അതെ, മുഹമ്മദ് എന്നു പേരുള്ള നിന്റെ ജീവിതത്തിൽ ഒരു തകർച്ച കടന്നു വന്ന്, അതെ, ആക്സിഡന്റിൽ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ശാപത്തിന്റെ പിടിയിൽ നിന്ന് ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ പുറത്തു വരികയാണ്. പരസ്യമായി യേശുവിനെ സ്നേഹിക്കുന്നില്ല എങ്കിലും യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ കാണുന്ന സഹോദരനായി, കുടുംബമായി ഞാൻ കാണുന്നു. ഇപ്പോൾ സഹോദര, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നെ ബലഹീനമാക്കുന്ന ശാപത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു വരിക. ഒരത്ഭുതം അങ്ങനെ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു. ഞാനത് തിരിച്ചറിയുന്നു. ഞാൻ അന്തരാത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഓർക്കുക, നിങ്ങളെ ബലഹീനമാക്കുന്ന ആ ശാപത്തിന്റെ പിടിയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ യേശു ക്രിസ്തു പുനരുദ്ധാരകനത്രേ. വ്യക്തമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആരോഗ്യം ഇന്നില്ല. അതിനെ മടക്കി തരുവാൻ കഴിവുള്ളവനാരോ അവനാണ് പുനരുദ്ധാരകൻ. നിങ്ങൾ ഒരു നല്ല വ്യക്തിയായിരുന്നു, എന്നാൽ വല്ലാത്ത അനുഭവത്തിലായിപ്പോയി. നല്ല വ്യക്തിയാക്കി മാറ്റുവാൻ കഴിവുള്ള വ്യക്തിയാരോ അതാണ് പുനരുദ്ധാരകൻ. നിങ്ങൾ ജീവിതത്തിൽ സന്തോഷമുള്ള വ്യക്തിയായിരുന്നു, സന്തോഷം നഷ്ടപ്പെട്ടു പോയി. ആർക്കാണോ മടക്കി തരുവാൻ കഴിയുക ആ വ്യക്തിയാണ് പുനരുദ്ധാരകൻ. അങ്ങനെ ഒരേ ഒരുവൻ മാത്രമേ സഹോദര സഹോദരി ഭൂമിയിലുള്ളൂ. അത് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിനക്കായി ഒരു അത്ഭുതം സംഭവിക്കുന്നു.
നിങ്ങളുടെ കുടുംബത്തെ വലയ്ക്കുന്ന ചില ശക്തികൾ ഇപ്പോൾ വിട്ടു മാറിപ്പോകുകയാണ്. നിങ്ങളുടെ തലമുറകളെ സങ്കടപ്പെടുത്തുന്ന പൈശാചിക പോരുകൾ ഇപ്പോൾ തകർന്നു മാറുകയാണ്. ഞാനിപ്പോൾ കാണുന്നു ആക്സിഡന്റിൽ തകർക്കപ്പെട്ട ശരീരഭാഗങ്ങൾ ഇപ്പോൾ നേരെയായി വരുന്നു. എന്നോട് കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ ദാസനെ, നിങ്ങളുടെ ചർച്ചിനെ ചിഹ്നിപ്പിച്ചു കളഞ്ഞ ശപിക്കപ്പെട്ട ശക്തി ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തകർന്നു മാറുന്നു. സഭ നേരെയാകുവാൻ തുടങ്ങുന്നു. ഭവനം നേരെയാകുവാൻ തുടങ്ങുന്നു. അതേ പ്രിയ ജീവിതമേ, നിന്നെ പിശാചി ചില ദോഷ പ്രവൃത്തിയിൽ കടത്തി വിട്ടിട്ട് കുടുംബത്തിൻ്റെ അകത്ത് ഒറ്റപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു, സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. നീ മരിക്കാൻ ആഗ്രഹിക്കുന്നു. വേണ്ട, നീ ജീവിക്കേണ്ട വ്യക്തിയാണ്. അതെ, എന്നോട് കർത്താവ് പറയുന്നു, മരണത്തിലേക്ക് ഒരു വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി കൊണ്ടുപോയി യേശു ക്രിസ്തു ആ വ്യക്തിയെ വിടുവിക്കുക മാത്രമല്ല, ഒരു അത്ഭുത സാക്ഷ്യമാക്കി മാറ്റി. ഓർക്കുക, അതെ, വ്യക്തമായി നാം മനസ്സിലാക്കുമ്പോൾ ശമരിയ പട്ടണത്തിലെ ഒരു വ്യക്തി പാപത്തിൽ ജീവിച്ചു. അതെ, യേശു ക്രിസ്തുവിങ്കലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പട്ടണത്തിന് വിടുതലായി തീരുവാനിടയായി. ഇപ്പോൾ തന്നെ നിങ്ങളായിരിക്കുന്ന ഇടത്ത് കർത്താവ് നിങ്ങളെ വിടുവിക്കുന്നത് കൊണ്ട്, സഹായിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പരാജയങ്ങൾ വിജയമായി തീരുന്നു. നിങ്ങൾക്ക് സംഭവിച്ച പോരായ്മ സംഭവിച്ചില്ല എന്ന് മറ്റുള്ളവരോട് പറയണ്ട. അതിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു എന്ന് പറയുന്നതാണ് സാക്ഷ്യം. ജീവിതത്തിൽ ഉള്ള പോരായ്മകൾ, ലോകമറിഞ്ഞ പോരായ്മകൾ, നാട്ടുകാരറിഞ്ഞ പോരായ്മകൾ, അതിനെ വെള്ളപൂശി വിശുദ്ധയാണ് ചമച്ചുള്ള ആത്മീയ ജീവിതമല്ല ആത്മീയ ജീവിതം, സാക്ഷ്യമുള്ള ജീവിതം. പിന്നെയോ സംഭവിച്ചു പോയ പോരായ്മകളെ, അത് സംഭവിച്ചു പോയി, എന്നാൽ യേശു ഇന്നേ ദിവസം മുതൽ, ഈ ശബ്ദം കേൾക്കുന്ന സമയം മുതൽ, ഈ വിഷ്വൽ കാണുന്ന സമയം മുതൽ എന്നെ വിടുവിച്ചു, എന്നെ സഹായിച്ചു. യേശു പുനരുദ്ധാരകനായി തീർന്നു. അതുകൊണ്ട് മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ഇനി ഞാൻ തെറ്റുകാരനല്ല, ഞാൻ വിടുതൽ പ്രാപിച്ചു, ഇനി നല്ലതായിട്ട് ജീവിക്കും. ഇതാണ് സാക്ഷ്യം. ഇതാണ് ശമരിയ പട്ടണത്തിലെ വ്യക്തി പറയുവാനിടയായത്. അവൾ പ്രാപിച്ച വിടുതൽ അനേകരോട് സാക്ഷി പറഞ്ഞപ്പോൾ നിങ്ങൾ തിരിച്ചറിയുമോ, ഒരു പട്ടണം മൊത്തം യേശു ക്രിസ്തുവിങ്കിലേക്ക് വരുവാനിടയായി. നിങ്ങളുടെ വിടുതൽ പ്രാപിക്കുന്ന സാക്ഷ്യത്തിന്, നല്ല മാനസാന്തരമുളവാക്കുന്ന സാക്ഷ്യത്തിന്, ജീവിതത്തിലെ പോരായ്മകളെ ഉപേക്ഷിച്ച് വിശുദ്ധമായി ജീവിക്കുന്ന സാക്ഷ്യത്തിന് ലക്ഷോപലക്ഷം വ്യക്തികളെ വീണ്ടെടുക്കുവാൻ ശക്തിയുണ്ട്. അതേ സഹോദരി, നീ ആയിരിക്കുന്ന ഇടത്ത് സംഭവിച്ചു പോയ പരാജയം, അതിനെ ഓർത്ത് വ്യാകുലപ്പെടുകയല്ല, അതിൽ നിന്ന് പുറത്തു വരിക. കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പുനരുദ്ധാരകനായി കടന്നു വന്നിരിക്കുകയാ. അതേ സഹോദര, സംഭവിച്ചു പോയ പരാജയം, ആ സംഭവിച്ചു പോയ പരാജയത്തിൽ നിന്ന് കർത്താവ് നിന്നെ വീണ്ടെടുത്ത് ലക്ഷോപലക്ഷം വ്യക്തികൾക്ക് ഒരു അത്ഭുത വിഷയമാക്കി മാറ്റുവാൻ പോകുകയാണ്. നഷ്ടപ്പെട്ടുപോയ സ്നേഹബന്ധങ്ങൾ മടങ്ങി വരുന്നു.